നമ്മുടെ ലോകസഭയിൽ ഇപ്പോൾ തന്നെ 543 സീറ്റുകളുണ്ട്. ഈ സീറ്റിലേക്ക് വനിതാ സംവരണം കൊണ്ടുവന്നിട്ട് 50-50 സംവരണമാണ് നിലവിൽ നടപ്പിലാക്കേണ്ടത്. പകരം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള 543 സീറ്റിൽ നിന്ന് 850 വർദ്ധിപ്പിക്കുകയാണ്. ഈ വർധനവ് അത്രമാത്രം ആനുകൂല്യങ്ങൾ കൊടുക്കാനും അത്രമാത്രം റിസർവേഷൻ കൊടുക്കാനും അത്രമാത്രം നികുതിയിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ മാത്രം സമ്പന്നമല്ല ഇന്ത്യ രാജ്യം. ഇപ്പോൾ തന്നെ 543 MP-മാർക്ക് ശമ്പളം കൊടുത്തിട്ട് ഇന്ത്യയിൽ സാധാരണ ജനങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല. കാരണം ഒരു ബില്ല് വരും, ആ ബില്ലിനെ കുറിച്ച് പഠിക്കണം, ആ ബില്ലിലെ ജനവിരുദ്ധമായ കാര്യങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കണം, അവതരിപ്പിച്ചിട്ട് അതിലെ തെറ്റുകുറ്റങ്ങൾ പാർലമെൻറ്റ് സഭേനെ ബോധ്യപ്പെടുത്തി അതിൽ തിരുത്തൽ വരുത്തണം. അങ്ങനെ പല കാര്യങ്ങളും ഒരു MP-ക്ക് ചെയ്യാനുണ്ട്. ആ ഗ്രാമത്തിലെ വികസനം മാത്രമല്ല, ആ രാജ്യത്തെ ബാധിക്കുന്ന പല നിയമനിർമ്മാണ ബില്ലുകളിൽ പഠിക്കാനും തിരുത്താനും ശേഷിയുള്ള ഒരുത്തനും 543 നിന്ന് നമുക്ക് കാണാൻ കഴിയില്ല.